മുനമ്പം സമരസമിതി അംഗം ജോസഫ് ബെന്നി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോസഫ് ബെന്നി, 411 ദിവസവും കടന്നുകൊണ്ടു പോകുന്ന ഒരു സമരം അവസാനിപ്പിക്കുക ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസത്തിന്റെ ഒരു പാതയിലേക്ക് അത് സമരത്തിൽ നിന്ന് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം സമരസമിതി പൂർണ്ണമായും കൈക്കൊണ്ടു കഴിഞ്ഞു അല്ലേ? അതെ, കോർ കമ്മിറ്റി കൂടിയതിനു ശേഷമായിരിക്കും അത് തീരുമാനമെത്തുന്നത്. ഇന്ന് രാത്രി വൈകിട്ട് 8 മണിക്കെന്നാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇവിടുത്തെ വികാരി അച്ഛൻ ബാംഗ്ലൂരിൽ നിന്നും എത്തിയിട്ടില്ല. അപ്പൊ അച്ഛന്റെ സൗകര്യം അനുസരിച്ചിട്ട് കോർ കമ്മിറ്റി കൂടുകയും അതിനുശേഷം നമ്മൾ സമുദായ സംഗമം നടത്തി എല്ലാ സമുദായ നേതാക്കന്മാരുടെ സ്റ്റേറ്റ് ഭാരവാഹികളും നേതാക്കന്മാരും എല്ലാവരും ഉൾപ്പെടെയായിരിക്കും നമ്മളൊരു പിൻവാങ്ങൽ ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ പറയുന്നത് പോലെ നമ്മുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് AKCCയുടെ ഇവിടെ ഫിലിപ്പ് കവിലച്ചനൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ശക്തമായ രീതിയിലുള്ള പിന്തുണകൾ നൽകിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കോട്ടപ്പുറം രൂപത മെത്രാൻ അംബ്രോസ് പുത്തൻവീട്ടിലും വികാരി ജനറൽ റോക്കി റോബിനച്ചൻ, അതേപോലെ തന്നെ ആന്റണി വാലങ്കിൽ പിതാവ്, ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്, ഇവരെല്ലാം ശക്തമായ രീതിയിൽ KRLCC, KLCA, SNDP കുടുംബി സമുദായങ്ങൾ അവരുടെ സംഘടനകള്, അതേപോലെ തന്നെ ധീവര സമുദായത്തിന്റെ സംഘടനകൾ, ഇവരെല്ലാം സ്റ്റേറ്റ് ഭാരവാഹികളും ചേർന്നതിന് ശേഷം ഞങ്ങൾ തുടക്കത്തിലെ ഈ 610 കുടുംബങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഏത് ലെവലിൽ ഞങ്ങൾ പ്രവർത്തിക്കണമെന്ന് പോലും ഞങ്ങൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ഇന്ന് അതെല്ലാം മാറി ഇതൊരു കേരളത്തിലെയും അതേപോലെ ഇന്ത്യയും എല്ലാം കണ്ട ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി അംഗീകരിച്ചതിന്റെ പേരിൽ തന്നെ ഈ സമുദായ നേതാക്കന്മാർ 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ വിചാരിച്ചാൽ ഈ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റുമെന്നും കേരളത്തിൽ ശക്തമായ സമരങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമെന്നുമെല്ലാം ഉള്ള ഒരു വിശ്വാസം ഇന്ന് ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും ഞങ്ങള് ഇതിൽ നിന്നും പിന്മാറ്റം നടത്തുന്നത്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി P. രാജീവ് സാറായിട്ട് ഞങ്ങൾ അടുത്ത ദിവസങ്ങളിലൊക്കെ മീറ്റിംഗ് ഒത്തിരിയേറെ നടത്തിയിരുന്നു. അതുപോലെ റവന്യൂ മന്ത്രിയായിട്ട് കോട്ടപ്പുറം രൂപതയിൽ വെച്ചും നടത്തിയിരുന്നേരം ഞങ്ങൾ വെച്ച എല്ലാ ആവശ്യങ്ങളും ഹൈക്കോടതി അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് വന്ന് ഹാജരായി റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കണമെന്ന് പറയണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വരികയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള ഉത്തരവ് ഉള്ളത് കൊണ്ട് തന്നെ ട്രിബ്യൂണലിൽ നടക്കുന്ന കേസും വളരെ പെട്ടെന്ന് തന്നെ തീരുവാനായിട്ട് സാധിക്കും. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നന്ദി ജോസഫ്.